എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ? ഇപ്പൊ ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഈ യൂണിറ്റിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പ്രീനേറ്റൽ ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്. പ്രീനേറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, മാതാവ് കൺസീവ് മാതാവിന്റെ ഉദരത്തിൽ കൺസീവ് ചെയ്തത് മുതൽ, ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്തത് മുതൽ ആ കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള ടൈമാണ് പ്രീനേറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻഫാൻസി, നമുക്കറിയാം, നമ്മൾ ഇൻഫാന്റ് സാധാരണ പറയാറുണ്ട്, ജനിച്ചത് മുതലുള്ള ഏതാനും വർഷങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ്. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ യൂണിറ്റിൽ. ഇതിൽ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഡെവലപ്മെന്റ്. എന്താണ് ഡെവലപ്മെന്റ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡൊമൈൻസ് എന്താണ്, അതുപോലെ അതിന് എന്തിനാണ് ഗോൾസ് ഓഫ് ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആദ്യ യൂണിറ്റ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും. From the moment the human child is first conceived to the day the individual dies, they keep changing constantly and developing. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് മാതാവിന്റെ ഉദരത്തിൽ കൺസീവ് ചെയ്തത് മുതൽ അയാൾ മരിക്കുന്നത് വരെ, അയാളുടെ ജീവിതം അവസാനിക്കുന്നത് വരെ സംഭവിക്കുന്ന കണ്ടിന്യൂസ് ആയ ചേഞ്ചസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ബയോളജിക്കൽ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ചേഞ്ചസ് അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ബർത്ത് മുതൽ എൻഡ് ഓഫ് ദ ലൈഫ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അഡോളസെന്റ് വരെയാണ് ഈ ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ അഡോളസെന്റ് അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇൻഡിവിജ്വൽ പ്രോഗ്രസ് ഫ്രം ഡിപ്പെൻഡൻസി ടു ഇൻക്രീസിങ് ഓട്ടോണമി. ഓട്ടോണമി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാളുടെ സ്വയം പര്യാപ്തത. ജനിച്ചത് മുതൽ ആദ്യ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ കുഞ്ഞ് വളരുന്നത്, നമുക്കറിയാം. അങ്ങനെ ആ ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സംഭവിച്ച് ആ കുഞ്ഞ് ഒരു സ്വയം പര്യാപ്തനായി മാറുന്നത് വരെയുള്ള ഇൻക്രീസ് ആണ് ഗ്രോത്ത് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുപോലെ developmental change may occur as a result of genetically controlled process known as maturation or as a result of environmental factors and learning, but most commonly involves an interaction between the two. യഥാർത്ഥത്തിൽ ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് അത് ജനറ്റിക്കലി കൺട്രോൾഡ് പ്രോസസ്സ്, മെച്ചുറേഷൻ എന്നറിയപ്പെടുന്ന പ്രോസസ്സിലൂടെ സംഭവിക്കാം. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ലേണിംഗ്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലൂടെയും അത് സംഭവിക്കും. എന്നാൽ കോമൺലി അത് അറിയപ്പെടുന്നത് രണ്ടാമത്, ഇത് രണ്ടും കൂടി ഉൾപ്പെടുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമൻസ് ഗ്രോ അപ്പ് from one stage to another stage, they learn to make use of their body parts. ഒരു മനുഷ്യൻ ഇങ്ങനെ വളർന്നു കൊണ്ടുവരുന്ന ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പല കാര്യങ്ങളും പഠിക്കുന്നു, പലതരത്തിലുള്ള ഡെവലപ്മെന്റുകൾ സംഭവിക്കുന്നു. അതിൽ അവരുടെ ബോഡി പാർട്സ് ഉപയോഗിക്കാൻ, അതുപോലെ തന്നെ ലേൺ ഹൗ ടു എക്സ്പ്രസ് ദംസെൽവ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഴ്സൺസ്. അവരുടെ ആശയങ്ങൾ, അവരുടെ മനസ്സിലുള്ള ചിന്താഗതികൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, മറ്റുള്ളവരായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്രകാരം തന്നെ ലേൺ ഹൗ ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് ഹൗ ടു ലവ് ആൻഡ് കെയർ ഫോർ അതേഴ്സ്. എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്നേഹിക്കുക, മറ്റുള്ളവരെ കെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ജീവിതത്തിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ളത്. ഇനിയിപ്പോ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഡിസ്ക്രൈബ് അബൌട്ട് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, എക്സ്പ്ലെയിൻ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്സ്, explain the significant issues involved in the process of human development. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അത് വായിച്ചാൽ തന്നെ ക്ലിയർ ആവുന്നത്. കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്, ഞാനിങ്ങനെ ഒറ്റക്ക് സംസാരിക്കുന്നതാണ്, നിങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഡെവലപ്മെന്റ് ഡിസ്ക്രൈബ്സ് ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ,
ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്. ഡെവലപ്മെന്റ്, യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ ഗ്രോത്ത് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ, ജീവിതം മുഴുവൻ. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രീനാറ്റൽ, കൺസീവ് ചെയ്തത് മുതൽ അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് അതുവരെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വളർച്ചയാണ് യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതില് ഒരു ചേഞ്ചസിന് ഓവർ ടൈമിൽ ഒരു പാറ്റേൺ ഉണ്ട്. ഓരോ സമയത്തും ചേഞ്ചസ് സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കേവലം ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആസ്പെക്ട്സ് മാത്രമല്ല, കൊഗ്നിറ്റീവ് അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ഡെവലപ്മെന്റുമായി റിലേറ്റഡ് ആയ കാര്യങ്ങൾ. The scientific study of human development seeks to understand and explain how and why people change throughout life. യഥാർത്ഥത്തിൽ ശാസ്ത്രീയ മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് എങ്ങനെയാണ് മനുഷ്യൻ ജീവിതത്തിലുടനീളം ചേഞ്ച് അവന് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് അവന് ചേഞ്ച് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ ഡെവലപ്മെന്റ്, these field exams change across a broad range of topics including motor skills and other physiological process. Cognitive development refers to the areas of problem solving, moral understanding, conceptual understanding, language acquisition, social personality, and emotional development, and self-concept and identity formation. യഥാർത്ഥത്തിൽ ഇതിൽ ഒരു വളരെ ബ്രോഡ് ആയ ടോപ്പിക്സുകളാണ് ഇതൊക്കെ. ഒരു ഡെവലപ്മെന്റിലൂടെ മോട്ടോർ സ്കിൽസ് അതുപോലെ തന്നെ സൈക്കോ ഫിസിയോളജിക്കൽ പ്രോസസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലുകൾ, അതുപോലെ തന്നെ ഒരാൾ ലൈഫിൽ അയാൾ മനസ്സിലാക്കുന്ന ചില വാല്യൂസ്, കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അയാൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതിന്റെ ഒരു കൃത്യമായ പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ ലാംഗ്വേജ് ആക്വിസിഷൻ, സോഷ്യൽ പേഴ്സണാലിറ്റി, ഇതൊക്കെ ക്രമാനുഗതമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അയാളുടെ ജീവിതത്തിൽ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു സൈസിൽ തന്നെ ഇൻക്രീസ് നമുക്ക് നേരെ കാണാവുന്നതാണ്. അതുപോലെ ഡെവലപ്മെന്റിന് അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഗോൾസ് ഓഫ് ഡെവലപ്മെന്റ് ചേഞ്ചസ്. ഈ ഡെവലപ്മെന്റ് അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതിന് ചില ഗോൾസുകളുണ്ട്. പ്രധാനമായും അതിന്റെ ഗോൾ എന്ന് പറയുന്നത്, the goal of development is to enable people to adapt to the environment in which they live. നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷനുമായി ഇണങ്ങുവാൻ, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ നമ്മെ ചേഞ്ച് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ അഡാപ്റ്റേഷൻ ചെയ്യാനുള്ള ആവശ്യമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ. അത്തരം മനുഷ്യനെ ഓരോരുത്തരെയും അതിൽ പ്രാപ്തമാക്കലാണ് യഥാർത്ഥത്തിൽ ഈ ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്നുള്ളത്. സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് എസെൻഷ്യൽ ടു അച്ചീവ് ദിസ് ചേഞ്ചസ്. ഒരാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ, അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഈ ചേഞ്ചസിന്റെ പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സമൂഹത്തിൽ നിന്ന് ലഭ്യമാവേണ്ട അല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ നിന്ന് അയാൾക്ക് സ്വയം പര്യാപ്തമാവാൻ ആവശ്യമായ വസ്തുക്കൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതില് മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ നല്ല പേഴ്സണാലിറ്റി, ഗുഡ് people who make good personal and social adjustment must have opportunity to express their interest and desires in ways that give them satisfaction. ഓക്കെ, നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആളുകളുമായി ഇടപെടൽ, അതുപോലെ തന്നെ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റുകൾ, അതിനൊക്കെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി, അതോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ അതൊക്കെ റിവീൽ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ തന്നെ ഇതിന്റെ ഒരു എയിമാണ്. ഇനി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രോത്തിനെ കുറിച്ച് ജസ്റ്റ് നമ്മൾ മുമ്പ് പറഞ്ഞു. സൈസിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിൽ സംഭവിക്കുന്നതാണ് ഗ്രോത്ത്. ഗ്രോത്ത് റിഫേഴ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു അഡോളസെന്റ്. പ്രധാനമായും അത് സംഭവിക്കുന്നത് ബർത്ത് മുതൽ അഡോളസെന്റ് പീരീഡ് വരെയുള്ള
അതിനുശേഷം നമുക്കറിയാം ഒരു നിശ്ചിത ഏജിലെത്തിയാൽ മനുഷ്യന്റെ വളർച്ച, ശാരീരിക വളർച്ച അവിടെ നിന്ന് പോകുക. അപ്പോ ഫ്രം ന്യൂബോൺസ് ടു ടീനേജേഴ്സ്, ഒരു പുതിയ കുഞ്ഞ് ഒരു ജനിച്ചത് മുതൽ ആ ഒരു ടീനേജ് അവസാനിക്കുന്നതോടുകൂടി വളർച്ച യഥാർത്ഥത്തിൽ നിൽക്കുന്നുണ്ട്. ഇതില് ഗ്രോത്ത് കേർവ് എന്ന് പറയുന്നത്, ഗ്രോത്ത് കേർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ക്രോണോളജിക്കൽ ഏജ്, അത് ആ സമൂഹത്തിൽ മൊത്തത്തിൽ ആവറേജ് ആയി ഒരു കുട്ടിക്ക് ഇന്ന പ്രായത്തിൽ ഇത്ര വെയിറ്റ്, അതുപോലെ തന്നെ ഇത്ര ഹൈറ്റ് ഉണ്ടാവണം എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതിനനുസരിച്ച് ഒരു വ്യക്തിയുടെ ക്രോണോളജിക്കൽ ഏജ് കമ്പയർ ചെയ്യുന്നതിനാണ് ഗ്രോത്ത് കേർവ് എന്ന് പറയുന്നത്. ജസ്റ്റ് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ നമ്മൾ ഈ ഡെവലപ്മെന്റിന് ചില ഫാക്ടേഴ്സ്, അതിൽ പ്രധാനമായിട്ട് ഉള്ളത് ദ സ്ട്രോങ്ങസ്റ്റ് ഫാക്ടർ ഇൻ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഈസ് പേഴ്സണാലിറ്റി, ഈ സൊസൈറ്റി ആൻഡ് ദ ചൈൽഡ്സ് എക്സ്പീരിയൻസ് ഇൻ ദി സൊസൈറ്റി ആൻഡ് ഇൻ ദി എൻവയോൺമെന്റ്. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഈ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ അയാളുടെ ഒരു കുഞ്ഞിന്റെ എക്സ്പീരിയൻസുകൾ, അയാളുടെ ചുറ്റുപാടുകൾ, അയാൾ ജീവിക്കുന്ന സറൗണ്ടിങ്സിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് പ്രധാനമായും സംഭവിക്കുന്നത്. അത് മോസ്റ്റ് ഓഫ് ചിൽഡ്രൻസ് ലേണിംഗ് കംസ് ഫ്രം സൊസൈറ്റി. യഥാർത്ഥത്തിൽ സൊസൈറ്റി, സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് പഠനത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കൺസ്ട്രക്റ്റിവിസം, കുട്ടികൾ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് പഠിക്കാൻ സംഭവിക്കുന്നത്. പഠനം ഒരു കുട്ടിക്ക് ഒരു ഒഴിഞ്ഞ പാത്രത്തിലേക്ക് ടീച്ചേഴ്സ് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് കുട്ടി സമൂഹത്തിൽ ഇടപെടുന്ന സന്ദർഭത്തിൽ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവൻ പഠിക്കും. സൊസൈറ്റിയിൽ നിന്നാണ് പഠനം പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ദെയർ സറൗണ്ടിങ്സ് ആൻഡ് ദെയർ എക്സ്പീരിയൻസ്, അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും അവരുടെ അനുഭവത്തിൽ നിന്നാണ് ഈ പഠനം സംഭവിക്കുന്നത്. അതുപോലെ ഇപ്പോ പ്രധാനമായും അതിന്റെ ഒരു ഫാക്ടർ, സ്ട്രോങ്ങസ്റ്റ് ഫാക്ടർ ഇൻ ദി പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഈസ് സൊസൈറ്റി ആൻഡ് ദ ചൈൽഡ്സ് എക്സ്പീരിയൻസ് ഇൻ ദി സൊസൈറ്റി ആൻഡ് ദ എൻവയോൺമെന്റ്. മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഈസ് ദ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഒരാൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അയാൾക്ക് ഒരുപാട് കൾച്ചർ ഉണ്ടാവും. അത് പ്രാദേശികമാകാം, അതുപോലെ തന്നെ ചിലപ്പോൾ കൾച്ചറൽ മതപരമാകാം, അങ്ങനെ പല രീതിയിലുള്ള കൾച്ചർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ പ്രദേശത്തെയും എടുത്ത് പരിശോധിക്കുമ്പോൾ ആ പ്രദേശത്തിന് അനുഗുണമാകുന്ന വസ്ത്രധാരണ രീതിയുണ്ട്, അതുപോലെ തന്നെ അവരുടെ സംസാര രീതിയുണ്ട്, അവരുടെ ആചാരങ്ങളും മറ്റുണ്ട്. ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് place is the third factor which is involved in the development of child. മൂന്നാമത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഇടപെടുന്ന കാര്യം പ്രദേശമാണ്, ജീവിക്കുന്ന ചുറ്റുപാടാണ്. ജീവിക്കുന്ന ചുറ്റുപാട് ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾക്ക് ഉണ്ടാവും. ഇൻ അഡീഷൻ ടു ദ ബയോളജിക്കൽ ഫാക്ടറിന് പുറമെ അയാളുടെ ജീവിത പ്രദേശം, അയാൾ ജീവിക്കുന്ന പ്രദേശം, ഇപ്പോ വെസ്റ്റേൺ കൾച്ചർ ജീവിക്കുന്ന അല്ലെങ്കിൽ യൂറോപ്പിൽ ജീവിക്കുന്ന വ്യക്തിയും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയും ചില വ്യത്യാസങ്ങളുണ്ടാവും. അത് ആ പ്ലേസുമായി ബന്ധപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ ആസ് ചിൽഡ്രൻ ഗ്രോ അപ്പ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ ദേ ലേൺ ടു മേക്ക് യൂസ് ഓഫ് ദെയർ ബോഡി പാർട്സ്. ഒരു കുട്ടി അയാളുടെ ഈ ഡെവലപ്മെന്റ് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ബോഡി പാർട്സ് എങ്ങനെ ഉപയോഗിക്കാം, learn how to express themselves and communicate with others. അവരുടെ നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പ്രകടിപ്പിക്കാം, എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാം, അതൊക്കെ അവർ പഠിച്ചു. They also learn to form relationship with others. മുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ there are 4 areas in which children growth and development take place and these are discussed below. പ്രധാനമായിട്ട് ഒന്ന് ഫിസിക്കൽ,
അപ്പൊ ഇതിനെ സ്വാധീനിക്കുന്ന പ്രധാനമായ ഒരു ഘടകം ഫിസിക്കലാണ്. Physical growth is perhaps the most obvious. Children grow in height and weight over the years, and their appearance changes to great extent during puberty. നമുക്കറിയാം, ഓരോ വർഷവും കുട്ടി അവന്റെ പ്രായത്തിനനുസരിച്ച് ഓരോ വർഷത്തെ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം മലർന്നു കിടക്കുന്നു, കമിഴ്ന്നു കിടക്കുന്നു, അങ്ങനെ വളർച്ച ഇങ്ങനെ ഘട്ടം ഘട്ടമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നേരെ നമുക്കത് വളരെ കൃത്യമായിട്ട് മോസ്റ്റ് ഒബ്വിയസ് ആയി അത് പ്രകടമായി തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ഈ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ചിൽഡ്രൻ ആൾസോ ഡെവലപ്പ് certain physical ability during their progression towards adulthood, including crawling, walking, running, writing, like that. Their motor coordination becomes well refined and they can shoot across a target relatively more accurately. നമുക്കറിയാം, കുട്ടി വളരുന്നതനുസരിച്ച് അവരുടെ മോട്ടോർ സ്കില്ലുകൾ മറ്റു ഏരിയകളൊക്കെ ക്രമാനുഗതമായി വളർന്നുകൊണ്ടേയിരിക്കും. അത് ഫിസിക്കലി ആയിട്ട് നമുക്ക് വളരെ കൃത്യമായി കാണാൻ പറ്റുന്ന രീതിയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ്. Children also develop psychologically and cognitively as their brains absorb more information and they learn how to use that information. കുട്ടി ഓരോ പ്രായത്തിനും അനുസരിച്ച് ഒരു കുട്ടി ഫസ്റ്റ് ഒരു 1ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള ശേഷി കുറവായി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ അവന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വളരെ ചെറുതായി. എന്നാൽ വർഷം കഴിയുന്തോറും ഓരോ വർഷം കൂടി വരുന്ന സന്ദർഭത്തിൽ ആ ടാസ്കുകൾ കൂടി വരികയോ അല്ലെങ്കിൽ അത് കൂടുതൽ ഹാർഡായ ടാസ്കുകൾ അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് അവന് ലഭിക്കുന്ന ഇൻഫർമേഷൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവന് ക്രമാനുഗതമായി വളർന്നുകൊണ്ട് വരുന്ന സന്ദർഭത്തിലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആ ഡെവലപ്മെന്റ് സംഭവിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് ഒരു ഫാക്ടറാണ് സോഷ്യൽ ആൻഡ് ഇമോഷൻ. നമുക്കറിയാം, ചിൽഡ്രൻ ഗ്രോ സോഷ്യലി ആൻഡ് ഇമോഷണലി. സമൂഹത്തിൽ അവനിങ്ങനെ ഇടപെടുന്ന ആളുകളുമായി, നേരത്തെ പറഞ്ഞു, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ സ്വന്തമായ ആശയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്ററാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ കളി, വർക്ക്, അതുപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, എംപ്ലോയീസ്, അങ്ങനെ അവരുമായിട്ടൊക്കെ ഒരു ആ ലിങ്കിലൊക്കെ പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് ഒരു സോഷ്യലി ഉള്ള ഡെവലപ്മെന്റ്. അതോടൊപ്പം തന്നെ ഇമോഷണലി ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. ഇപ്പൊ ഒരു കുഞ്ഞ് ചെറിയ പ്രായത്തിൽ മറ്റൊരാൾ കരയുകയോ അല്ലെങ്കിൽ മറ്റോ ചെയ്താൽ എന്തിനാണത് അവന് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ അല്പം പ്രായം ചെല്ലും തോറും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി കരയുമ്പോൾ അത് എന്തോ അവന്റെ വിഷമം കൊണ്ടാണ്, അവന്റെ പ്രയാസം കൊണ്ടാണ് എന്ന് തിരിച്ചറിയാവുന്ന ഇമോഷണലി ചേഞ്ചസ് സംഭവിച്ചു. അതുപോലെ തന്നെ they learn how to understand both their own feelings and that of others' emotions. അവനവന്റെ ഇമോഷൻസ് അത് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷനും അത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ആൾസോ ലേൺ വേസ് ടു ഡീലിംഗ് വിത്ത് സ്ട്രോങ് ഇമോഷൻസ്. അവർക്ക് സംഭവിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഇമോഷൻസ്, വൈകാരിക തലങ്ങൾ എങ്ങനെ അത് ഡീല് ചെയ്യാമെന്ന് കുട്ടി ക്രമാനുഗതമായി പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഇതൊക്കെ തന്നെ വളർച്ചയുടെ ഗ്രോത്തിന്റെ ചില പ്രധാനപ്പെട്ട ഏരിയകൾ. അതുപോലെ തന്നെ മറ്റൊന്നാണ് സോഷ്യൽ, അത് നമ്മൾ പറഞ്ഞു, സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി. ഇതോടൊപ്പം തന്നെ കുട്ടി വളരുന്നതോടൊപ്പം തന്നെ കുട്ടിയുടെ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൺപെൺ വ്യത്യാസങ്ങൾ അവർക്കറിയില്ല. അവർ ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് കളിക്കുകയും അത് മുതിർന്നാലും സംഭവിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ജെൻഡർ റിയാലിറ്റി തിരിച്ചറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. എന്നാൽ ക്രമാനുഗതമായി വളരുന്നതോടുകൂടി അവരുടെ ആ ജെൻഡർ റിയാലിറ്റി തിരിച്ചറിയുക. As they grow older and enter adolescence and puberty, they continue to learn how their bodies work sexually and how to responsibly handle their sexuality. അപ്പോ വളരും തോറും ഒരു കുട്ടിയെ പ്രത്യേകിച്ച് പുബർട്ടിയൊക്കെ എത്തുന്ന കാലഘട്ടത്തിൽ അവരുടെ ശാരീരിക വളർച്ച, അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അവരുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കൺസേൺ അവർക്ക് ഉണ്ടായിക്കൊണ്ട് അതോടൊപ്പം തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി
responsibly handle their sexuality so as to balance their sexual desires and appropriate behavior. അവരുടെ സെക്ഷൽ ഡിസയർ അതുപോലെ തന്നെ ആ സന്ദർഭത്തിൽ അപ്രോപ്രിയേറ്റ് എങ്ങനെ ബിഹേവിയർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഡെവലപ്മെന്റ് ഈ സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി എന്നതിൽ വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് തിയറികളുണ്ട്. Different theorists have come to different conclusions concerning how exactly children develop across the various developmental channels. Some ചില ആളുകൾ അവര് വിശ്വസിക്കുന്നത് ഇവരുടെ ഈ ഒരു കുട്ടികളുടെ വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വളരെ സ്മൂത്തായി കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നു. മറ്റു ചില ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വിശ്വസിക്കുന്നത് ഇത് discretely in a series of stages, each of which is fairly stable. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില പ്രത്യേക സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ സംഭവിക്കുന്നത് എന്നാണ് മറ്റു ചില ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ആളുകൾ വിശ്വസിക്കുന്നത്. ഇനി ക്രിട്ടിക്കൽ പീരീഡ് ഡ്യൂറിങ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ ക്രിട്ടിക്കൽ പീരീഡ്സ്. There are certain periods of development known as difficult periods or critical periods. It is said that children who do not get special stimulation during their time of receptivity may get stuck at this period. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യേകമായി ലഭിക്കേണ്ട അറ്റൻഷൻ അത് ലഭിക്കാതെ വന്നാൽ, അത് ചിലപ്പം ആവശ്യമായ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ, ലവ്, കെയർ ഇതൊക്കെ വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ലഭിക്കാതെ വന്നാൽ സ്വാഭാവികമായും അവരുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിൽ സ്റ്റക്കായി പോകുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിന് എക്സാമ്പിളായി പറയുന്നത് മാതാപിതാക്കളുമായി കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ട്രസ്റ്റ്, അത് സംഭവിക്കുന്നതിൽ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട ലവിങ്, അഫെക്ഷനേറ്റ്, അതുപോലെ തന്നെ റെക്കഗ്നീഷൻ, അൺകണ്ടീഷണൽ ലവ് ഇതൊക്കെ ലഭിക്കുമ്പോഴാണ്. ഇൻ സച്ച് കേസസ് ദ ചൈൽഡ് ലേൺസ് ടു ട്രസ്റ്റ് ഇറ്റ്സ് പാരന്റ് ആൻഡ് ഫ്രം ദെൻ ഓൺവേർഡ്സ് അതർ അഡൾട്ട്സ് ഇൻ ദി അഡ്ജോൺ. ഇങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് വളരെ കൃത്യമായ രീതിയിലുള്ള മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ കുട്ടികൾ അവരുമായി നല്ല ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ മറ്റു ആളുകളുമായിട്ട്. എന്നാൽ however if the child is neglected and abused, എന്നാൽ ഈ കുട്ടി മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ലവ്, അഫെക്ഷൻ, അതുപോലെ തന്നെ റെക്കഗ്നീഷൻ, വേണ്ട രീതിയിലുള്ള സ്ട്രോക്കുകളൊന്നും കുട്ടിക്ക് കൃത്യമായി ലഭിക്കാതെ വന്നാൽ സ്വാഭാവികമായും പാരന്റ്സുമായി ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ആ കുട്ടിയുടെ സാമൂഹ്യ പുരോഗതിയെ, ഡെവലപ്മെന്റിനെ മൊത്തത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ക്രിട്ടിക്കൽ വളർച്ചയുടെ ഘട്ടത്തിൽ വളരെ പ്രയാസകരമായി ഉണ്ടാകുന്ന ചില പീരീഡുകൾ. ഇതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇങ്ങനെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നെഗ്ലക്ഷൻ അല്ലെങ്കിൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ അബ്യൂസിനൊക്കെ വിധേയമായ ആളുകളിൽ മാത്രമാണ് നമ്മൾക്കുള്ള ഇതുണ്ടാവുക. അതിന്റെ വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വേണ്ട വിധത്തിൽ സംഭവിക്കാതിരിക്കുക. അടുത്തതായി ലൈഫ് സ്പാൻ പെർസ്പെക്ടീവ്സ്. ലൈഫ് സ്പാൻ നമുക്കറിയാം. ലൈഫ് സ്പാൻ എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം അത് ജീവിതം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. Life span refers to the ongoing process that we go through while growing up. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ലൈഫിൽ. ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ടൈം ഫ്രം കൺസെപ്ഷൻ എക്സ്റ്റെൻഡിങ് ടു ഡെത്ത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, നമ്മൾ കൺസീവ് ചെയ്യപ്പെടുന്നത് മുതൽ അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യുന്നത് വരെ ഈ പ്രോസസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഈ ലൈഫ് സ്പാനിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തുന്നത് എന്ന് പറയുമ്പോൾ, സ്റ്റഡിയിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസ്ക്രൈബിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദ മിസ്റ്റീരിയസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ നിഗൂഢതകൾ വളരെ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഈ ലൈഫ് സ്പാൻ സ്റ്റഡി മനുഷ്യനെ സഹായിക്കുമെന്നുള്ളതാണ്. അവിടെ ചില ഇഷ്യൂസുകൾ സ്വാഭാവികമായും മനുഷ്യരുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ, ആ സാധ്യതകൾ
ഇല്ലാതാക്കി അത്ര ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനും ഇത്തരത്തിലുള്ള സ്റ്റഡി മനുഷ്യനെ സഹായിക്കുന്നു. Okay, then the scientific study of development is important not only to psychology but also to sociology, education and healthcare. ഈ സയന്റിഫിക് ഇത് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള പഠനം അത് സൈക്കോളജിക്ക് മാത്രമല്ല പ്രധാനപ്പെട്ടിരിക്കുന്നു, അത് ഈ സോഷ്യോളജിയുമായി ബന്ധപ്പെടും. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ മേഖലകൾ നമുക്കറിയാം, ചൈൽഡ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാരീരിക വളർച്ച, ഓരോ ഘട്ടത്തിലും സംഭവിക്കേണ്ട അവന്റെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. By better understanding how and why people change and grow, one can then apply this knowledge to helping people live up to their full potential. ഒരാളുടെ എല്ലാ നിലക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ സ്കില്ലുകൾ അല്ലെങ്കിൽ മറ്റ് ഏതൊക്കെ നിലക്കുള്ള അത്തരം കാര്യങ്ങളുണ്ടോ അതൊക്കെ പുറത്തെടുക്കുവാൻ ഒരാളെ സഹായിക്കുവാൻ ഇത് അറിയുന്നതിലൂടെ, ഈ ഡെവലപ്മെന്റ് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പാറ്റേൺസ് ഓഫ് ചേഞ്ച് ദാറ്റ് ബിഗിൻസ് അറ്റ് കൺസെപ്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ദ ലൈഫ് സൈക്കിൾ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഇതുപോലെ ലൈഫ് സ്പാൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വാൾസ് പറയുന്ന ഒരു കാര്യം, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് സൈക്കോളജി ഈസ് ദ ഫീൽഡ് ഓഫ് field of psychology which involves the examination both constancy and change in human behavior across the entire lifespan, that is from conception to death. ബാൽസ് എന്ന സൈക്കോളജിസ്റ്റ് ആണ് ഇത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. Human development is multidisciplinary study of how people change and how they remain the same over time. യഥാർത്ഥത്തിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന മൾട്ടിഡിസിപ്ലിനറി സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഡിസിപ്ലിനറി, വ്യത്യസ്തമായ വിഷയങ്ങൾ. അതിപ്പോ നേരത്തെ നാം സൂചിപ്പിച്ചു, സൈക്കോളജിക്കൽ ആകാം, സോഷ്യോളജിക്കൽ ആകാം, അതുപോലെ തന്നെ സയന്റിഫിക് ആകാം. അങ്ങനെ ഡിഫറെന്റ് ഡിസിപ്ലിനറി അതുമായി ബന്ധപ്പെട്ട പഠനമാണ്. അങ്ങനെയുള്ള ഡെവലപ്മെന്റ് ആണ് മനുഷ്യന്റെ ചേഞ്ച് യഥാർത്ഥത്തിൽ അവന് എങ്ങനെയാണ് ഈ ചേഞ്ച് ഉണ്ടാവുന്നത് എന്നും അതുപോലെ തന്നെ ജീവിതകാലം ഓവർ ടൈം എങ്ങനെയാണ് റിമെയിൻ ചെയ്യുന്നത് എന്നതൊക്കെ അതാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. There are 4 interactive forces that combine to shape human development, and these are: one, biological forces. Biological forces include all genetic and health related factors that influence the development of child. നമുക്കറിയാം ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എന്ന് പറയുന്നത് എല്ലാ ജനറ്റിക് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ ഫാക്ടേഴ്സ്, അത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എങ്ങനെ ബാധിക്കും എന്നതിന് അത് ഒന്നാമത്തെ ഇതിന്റെ ഫോഴ്സസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫോഴ്സസ്. ഓക്കെ, ഇവിടെ prenatal development, brain maturation, puberty, menopause, facial expression and change in cardiovascular function, diet and exercises are some example of biological forces. അപ്രകാരം തന്നെ ഇതിന്റെ രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയും ഫിസിയോളജിക്കൽ ഫോഴ്സസ്, സൈക്കോളജിക്കൽ ഫോഴ്സസ് include all internal perception, cognitive, emotional and personality factors that affect the development of child. Intelligence, self-confidence, honesty and self-esteem are example of psychological factors. So psychological factors ഉദാഹരണങ്ങളാണ് ഇന്റലിജൻസ്, സെൽഫ് കോൺഫിഡൻസ്, ഓണസ്റ്റി ആൻഡ് സെൽഫ് എസ്റ്റീം തുടങ്ങിയ കാര്യങ്ങൾ. ഈ സൈക്കോളജിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ്, അതുപോലെ തന്നെ ഇമോഷൻസ് തുടങ്ങിയ
അതുപോലെ തന്നെ ഇന്റേണൽ പെർസെപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന അതാണ് സൈക്കോളജിക്കൽ ഫോഴ്സ് എന്നതുകൊണ്ട് വിവക്ഷിക്കും. പ്രകാരം തന്നെ സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ് include interpersonal, societal, cultural, and ethical factors that affect the development of a child. ഒരു കുട്ടി ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇന്റർപേഴ്സണൽ മറ്റു ആളുകളുമായിട്ടുള്ള റിലേഷൻ, അതൊരു സമൂഹത്തിൽ ഇടപെടുന്ന സന്ദർഭം, അതുപോലെ തന്നെ കൾച്ചറലായ എത്തിക്കലായ ഫാക്ടേഴ്സ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് അവന്റെ ഡെവലപ്മെന്റ്. അതാണ് ഈ സോഷ്യോ കൾച്ചറൽ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നു. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ഹൗ പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നത് എങ്ങനെയാണ് ആളുകൾ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ആളുകൾ അതുപോലെ തന്നെ അവരുടെ എൻവയോൺമെന്റ് എങ്ങനെയാണ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ വലിയ പങ്കുണ്ട്. ഫാമിലി, പിയേഴ്സ്, അതുപോലെ കോവർക്കേഴ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചറൽ ഇൻഫ്ലുവൻസ്, ഡെവലപ്മെന്റ്, ഇതൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നു. പോവർട്ടി ഈസ് ദ എക്സാമ്പിൾ ഓഫ് സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ്. ഈ സോഷ്യൽ കൾച്ചറൽ ഫോഴ്സസിന് ഒരു ഉദാഹരണമാണ് പോവർട്ടി. അതുപോലെ ലൈഫ് സൈക്കിൾ ഫോഴ്സസ് റിഫ്ലക്ട് differences in how the same event affects people of different ages. ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം, ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ, അത് സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും അത് താല്പര്യമുള്ളതാണ്. പക്ഷെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഒരുപോലെ ആയിരിക്കില്ല അതിനെ പരിഗണിക്കും. യുവാക്കൾ എടുക്കുന്ന ആവേശം ചിലപ്പോൾ പ്രായമായവരുണ്ടാവും, അപൂർവ ചില ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ അതിൽ വ്യത്യസ്തമായ ഒരു എഫക്റ്റ് ആണ് അത് ഉണ്ടാവുക. അപ്പോ ഒരു സംഭവത്തിന്റെ എഫക്റ്റ് തന്നെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് യുണീക്ക് കോമ്പിനേഷൻ ഓഫ് ദീസ് ഫോഴ്സസ്. No two individuals even in the same family experience these forces in the same way. ഒരു സെയിം ഫാമിലിയിലുള്ള രണ്ടാളുകൾ പോലും അവർ സ്വാഭാവികമായും ഡിഫറെന്റ് ആയിരിക്കും. നമുക്കറിയാം ട്വിൻസ് പോലും അവരിൽ പോലും ഈ യുണീക്ക്നെസ് പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ മറ്റൊരാളെ പോലെയല്ല. ചിലപ്പോൾ രൂപം കൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുമെങ്കിൽ അവരുടെ ചിന്താഗതികൾ കൊണ്ട്, അതുപോലെ തന്നെ അവരുടെ മറ്റു ഡെവലപ്മെന്റുകളൊക്കെ വ്യത്യസ്തമാകാൻ സാധ്യത ഒട്ടേറെയാണ്. ഇനി ഇതിലുള്ള ഇഷ്യൂസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഇഷ്യൂസ്, ഒന്നാമതായിട്ട് ഇതിലുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി. The question of whether development is solely and evenly continuous, ഇങ്ങനെ ഒറ്റയായോ അല്ലെങ്കിൽ തുടർച്ചയായി സംഭവിക്കുന്നതാണോ, whether it is marked by age specific period, അല്ലെങ്കിൽ ചില പ്രത്യേക ഏജിൽ സംഭവിക്കുന്നതാണ് എന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്നതാണ്. Developmental psychologists who advocate the continuous model describe development as a relatively smooth process without sharp and distinct stages. രണ്ട് തരം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റുകളുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് സ്മൂത്തായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം, അത് ഒരു ഷാർപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റക്റ്റ് അല്ലാതെ ഇങ്ങനെ സ്മൂത്തായി ജീവിതത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. That is, development is conceived of as a process of the gradual accumulation of behavior. ഒന്നിനു ശേഷം അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരുന്നത് ഗ്രാജുവൽ ആയിട്ടാണ്. അത് സ്കില്ല് അല്ലെങ്കിൽ ബിഹേവിയർ, നോളജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗ്രാജുവലായി ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തു വരുന്ന രീതിയാണ് എന്നാണ് ഒരു പറ്റം സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ മറ്റൊരു പറ്റം പറയുന്നത്, അവരുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ ചേഞ്ചസ് ബെസ്റ്റ് ക്യാരക്ടറൈസ് ആസ് ഡിസ്കണ്ടിന്യൂസ് ഇൻ നാച്ചർ. അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും, ഒരു ഘട്ടത്തിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത് മറ്റൊരു ഘട്ടത്തിൽ പ്രവേശിക്കും, മറ്റൊന്നും ഉണ്ടാവാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു കാഴ്ചപ്പാടിന്റെ ഡിസ്ക്രൈബ് ഡെവലപ്മെന്റ് ആസ് എ സീരീസ് ഓഫ് discrete stages, each of which is characterized what had gone on in the past and how well the child was able to master the development tasks of that period, etc. This theories suggest that behaviors or skills often change qualitatively across time. നമുക്കറിയാം കുറച്ചുകൂടി ശരിയായ രീതി ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓരോ കാലത്തിനും ഓരോ പ്രായത്തിനും അനുസരിച്ച് ഈ ചേഞ്ച് കൂടുതൽ ക്വാളിറ്റീവിലായിട്ട്. കുറച്ച് സൗണ്ട് കൂട്ടാവോ? എന്റെ സിസ്റ്റത്തിന് സൗണ്ട് കൂട്ടിയാൽ മതിയാവോ അല്ലേ? മതിയാവുമായിരിക്കും, കുറച്ച് സൗണ്ട് കുറവുണ്ട്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണ്. ഇതിങ്ങനെ വൺ വേ ടോക്ക് ആയത് കാരണം നിങ്ങൾക്കിത് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ എന്റെ ലൈഫിലെ സ്പീക്കർ ഞാൻ സംസാരിക്കുന്നത് വളരെ സ്പീഡാണെന്ന് ആളുകൾ പറയാനുണ്ട്. അപ്പൊ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇഷ്യൂസ് ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിൽ രണ്ട് തലത്തിലുള്ള ആളുകളാണ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി. അതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇഷ്യൂ ആയിട്ട് പറയുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച്. അനദർ ഇഷ്യൂ വിച്ച് ഈസ് of importance of development psychologists is issue of stability versus change. The question is here whether development is best characterized by stability. Stable ആയിട്ട് നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേബിൾ ആയിട്ട് നിലകൊള്ളുമോ അതോ അതിന് മാറ്റം വരുമോ എന്നുള്ളതാണ് ചോദ്യം. Does a behavior or a trait such as shyness stay stable in its expression over time or change? ഇപ്പൊ ഒരാൾക്ക് ഷൈനസ്, ഒരു നമ്മൾ എന്താ പറയുക, ലജ്ജ അല്ലെങ്കിൽ നാണെന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കും. ചിലപ്പോ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ലജ്ജ ഉണ്ടാവില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വരും. പിന്നെ അത് എല്ലാ കാലത്തും ഒരുപോലെ, ഇപ്പൊ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ സഭാ കമ്പക്കം എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരുപോലെ നിലനിൽക്കുന്നതാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും. കൂടെ പേഴ്സൺസ് ഡിഗ്രി ഓഫ് ഷൈനസ് ഫ്ലക്ച്വേറ്റ് അക്രോസ് ദ ലൈൻ. ഈ ഷൈനസ് അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണോ? ഒരുപോലെ ഒരാൾക്കുള്ള ഷൈനസ് എല്ലാ സമയത്തും ഒരുപോലെ നിലനിൽക്കുന്നതാണോ? അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റേബിൾ ആണോ, അത് ചേഞ്ച് ചെയ്യോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഇഷ്യൂ ആയിട്ട് ഇവിടെ പറയുന്നത്. അതുപോലെ നേച്ചർ ആൻഡ് നെർച്ചർ. വെദർ ബിഹേവിയർ അൾട്ടിമേറ്റ്ലി ഡെവലപ്ഡ് ബൈ ദ ചൈൽഡ് ഈസ് ഡ്യൂ ടു ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഓർ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. നേച്ചർ എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലൂടെ നമുക്ക് ലഭിക്കേണ്ട ചില ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള ഡെവലപ്മെന്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇഷ്യൂ ഈസ് ഫോർ എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ടു സൈക്കോളജിസ്റ്റ്. The debate over the relative contributions of inheritance and the environment is one of the oldest issues in both the philosophy and the psychology. Avade both genetic traits and environmental circumstances are involved in an individual's development. Genetic ആയതും അതുപോലെ തന്നെ environmental circumstances രണ്ടും ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. Although the amount of influence the two has is not clearly evident. In fact, it may be stated that the individual and his or her circumstances decide how much of the behavior is influenced by hereditary factors and how much by environmental factors. അപ്പൊ ഇവിടെ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെറിഡിറ്റിയിലൂടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്മെന്റ്. നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലൂടെ അവിടുത്തെ ഇടപെടലുകളിലൂടെ നമുക്ക് സംഭവിക്കുന്ന ഡെവലപ്മെന്റ്. ഇത് ഒരു ഇഷ്യൂ ആയിട്ടാണ് ഈ ആൾക്കാർ സൈക്കോളജിസ്റ്റ് കാണുന്നത്. Some aspects of development are distinctly biological, such as sexual development during puberty. However, one set of ഇവിടെ വളരെ കൃത്യമായിട്ട് പറയും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചില ഡെവലപ്മെന്റ് എല്ലാവരിലും ഒരുപോലെ സംഭവിക്കുന്ന, ഹെറിഡിറ്റി ആയിട്ട് സംഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ പുബർട്ടി. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുബർട്ടിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് മൊത്തത്തിൽ എല്ലാവരിലും ഉണ്ട്. എന്നാൽ അതില് ഓൺസെറ്റ് ഓഫ് പുബർട്ടി, ഈ പുബർട്ടി ആരംഭിക്കുന്നത്, അത് തുടങ്ങുന്നത് ചിലപ്പം ആ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ അനുസരിച്ചാണ്. ഇത് എല്ലാവരിലും സംഭവിക്കും. ചില കുട്ടിക്ക് 10-ാം വയസ്സിൽ തന്നെ ആവാം, ചില കുട്ടിക്ക് 12-ലോ 13-ലോ 16-ലോ ഒക്കെ ആവാം. അവർ കഴിക്കുന്ന ഭക്ഷണം, അവർ ജീവിക്കുന്ന ചുറ്റുപാട്, ഇതിനൊക്കെ അനുസരിച്ച് ആ എൻവയോൺമെന്റൽ അനുസരിച്ചാണ് ഇത്. എന്നാൽ നേച്ചറായിട്ട് ഇത് എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം.
ഇനി ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഈ ഇഷ്യൂസ് പറഞ്ഞത് ഒന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി, രണ്ടാമത് സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച്, മൂന്നാമത് നേച്ചർ ആൻഡ് നെർച്ചർ. അതുപോലെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. Often developmental stages are defined by milestones. നമുക്കറിയാം ഓരോ മൈൽ സ്റ്റോൺസ് ലൈഫിൽ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജസ് അങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാണ്. The term milestone refers to the development that has to take place according to the age of the child. For instance, almost all children start standing and walking at the age of 1 year and more. Start saying a few words by the time they are 1.5 or 2 years. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിൽക്കുന്നത് 1 വയസ്സിലാണ്, അവന് സംസാരിക്കുന്നത് 1.5 വയസ്സിലോ അല്ലെങ്കിൽ 2 വയസ്സിലോ അടുത്തിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള മൈൽ സ്റ്റോണുകളാണ് ഈ സ്റ്റേജസ് ആയി പരിഗണിക്കുന്നത്. That a developmental stage has been successfully passed is indicated by child mastering the developmental tasks of the particular period of development. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡെവലപ്മെന്റ് പീരീഡിലും സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സംഭവിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ അവന്റെ ആ സ്റ്റേജിലെ ഡെവലപ്മെന്റ് അവന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറയാനില്ല. നേരത്തെ പറഞ്ഞു, ഒരു കുട്ടി ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്ന ഒരു കാലുണ്ട്, ഒരു സമയമുണ്ട്. അവനിങ്ങനെ അതിനുശേഷം മുട്ടുകുത്തി നടക്കാൻ ശ്രമിക്കുന്ന കാര്യം, അവൻ നിൽക്കാൻ, അതിനൊക്കെ ഓരോ സമയമുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ ഓരോ മൈൽ സ്റ്റോൺ ഉണ്ട്, ഓരോ സ്റ്റേജസ്. Often special milestones mark children's accomplishments, such as walking in infancy and entering school in early childhood. And these milestones can help mark children's movement inside and between developmental stages. ഒരു കുട്ടി പിന്നെ വാക്ക് ചെയ്യേണ്ട, സംസാരിച്ചു തുടങ്ങേണ്ട, അത് സ്കൂളിൽ ചേർക്കേണ്ട, അതുപോലെ തന്നെ അങ്ങനെ വളർന്ന് വലുതായി അവർക്ക് ജോലി ലഭിക്കണം, അങ്ങനെ ഓരോരോ മൈൽ സ്റ്റോൺസ്. ഇതൊക്കെ these milestones can help mark children's movement inside and between developmental stages. അതുപോലെ individual pass various stages throughout their life. There are systematic progress in a certain order through a series of phases. Step by step, they move closer to some form of adult stage. അപ്പൊ ഇതിലിവിടെ പ്രധാനമായി the main developmental periods of human beings are, ഇവിടെ ഇതിന്റെ കൊടുത്തിട്ടുണ്ട് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. അത് കണക്കാക്കുന്നത് birth to 20, early childhood transition by age 3. birth to 20 ആണ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. അതുപോലെ ഏർലി അഡൽട്ട്ഹുഡ് 17 to 45, അത് 40 എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. മിഡിൽ അഡൽട്ട്ഹുഡ് ഏജ് 40 to 65. ലേറ്റ് അഡൽട്ട്ഹുഡ് ഓവർ 60 years of age. ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റേജസ് ആയി കണക്കാക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് ചൈൽഡ്ഹുഡ്, പിന്നെ ടീനേജ്, പിന്നെ ഏർലി അഡൽട്ട്ഹുഡ്, മിഡിൽ അഡൽട്ട്ഹുഡ്, ലേറ്റ് അഡൽട്ട്ഹുഡ്, അങ്ങനെ പ്രായം ചെന്ന അവസ്ഥ. ഇതൊക്കെ നമുക്ക് സുപരിചിതമാണ്, കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഇനി ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. The categories include physical, cognitive and social domains, which all characterize human development. ചില ഡൊമൈനുകളുണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ്. സാധാരണ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അവിടെ സൈക്കോളജിക്കൽ ഡൊമൈൻ, അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ, ഒരു മിനിറ്റ്, psychological domain focuses on adjustment of the individual to the environment. ഈ ഡൊമൈൻ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ എൻവയോൺമെന്റുമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചില കഴിവ് നാം നേടിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ മൈൽ സ്റ്റോൺ ഡിഫറെന്റ് ആകുന്നതും അതിനുള്ള ശേഷി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അഡ്ജസ്റ്റ്മെന്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ ഓഫ് ആൻ ഓർഗാനിസം. The child has to learn to suck, ingest food, eliminate, breathe on, eliminate on തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്.
സൈക്കോളജിക്കൽ ഡൊമൈനിന്റെ ഭാഗമാണ്. അത് കുട്ടി ആ സിറ്റുവേഷനുമായി അഡ്ജസ്റ്റ് ചെയ്യുവാൻ പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ആൾസോ റിക്വയർഡ് ആസ് എ ചൈൽഡ് ഗ്രോസ് അപ്പ് ടു ലേൺ ടു ഈറ്റ് ഓൺ ഓൺ. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ, അതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ, ഇതൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ അഡ്ജസ്റ്റ് ചെയ്യുവാൻ അത് അവന്റെ നിലനിൽപ്പിന്, അവന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അഡ്ജസ്റ്റ്മെന്റ് ടു സെൽഫ്, others and environment are important tasks which become increasingly complex as the child grows up, and which all the child has to master and accomplish. Success leads to health adjustment, while failure leads to maladjustment. അപ്പോ സൈക്കോളജിക്കൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഓരോ പ്രായത്തിനനുസരിച്ച് സമൂഹത്തിൽ ഇടപെടേണ്ട, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് കൃത്യമായി അറിയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ social domain deals with the adjustment to people that are with others and learn the right ways of interactions. സോഷ്യൽ ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ് വേസ് ഇന്ററാക്ഷൻസ്, എങ്ങനെ മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ അവരുമായി ഡീൽസ് വിത്ത് ദ അഡ്ജസ്റ്റ്മെന്റ് ടു പീപ്പിൾ ദാറ്റ് ആർ വിത്ത് അതേഴ്സ് ആൻഡ് ലേൺ ദ റൈറ്റ് വേസ് ടു ഇൻഫർമേഷൻ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇനി ഇതിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതില് ദ ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് 3 factors: growth, maintenance and regulation. According to Paul Bartz, humans have the capacity, plasticity and the ability for positive change to the environmental demands that are being made on the individual constantly. പോൾ ബാർട്സിന്റെ അഭിപ്രായത്തിൽ ഓരോ ഹ്യൂമൻ ബീങ്സിനും കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിനനുസരിച്ച് മോൾഡ് ചെയ്യപ്പെടാനുള്ള കഴിവ്, അതുപോലെ തന്നെ ദ എബിലിറ്റി ഫോർ പോസിറ്റീവ് ചേഞ്ചിനുള്ള കഴിവ് ടു ദ എൻവയോൺമെന്റൽ ഡിമാൻഡ്സ്. അവന്റെ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് മാറ്റം വരുത്തുവാനുള്ള കഴിവ് ഓരോ വ്യക്തിക്കുമുണ്ട്. ഇത് ഒരു ലൈഫ് സ്പാനിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രധാനമായി പറയുന്നത് ലൈഫ് ലോങ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത് നിർത്തുപോകില്ല. ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അത്രയും ഇത് ഇങ്ങനെ ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. This belief has 2 separate aspects. First, the potential for development extends across the entire lifespan. And there is no assumption that the life course must reach a plateau or decline during adulthood or old age. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് ഡിക്ലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നതാണ്. അത് തുടർച്ചയായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ത്രൂ ഔട്ട് ദ ലൈഫ് ആണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഇപ്പൊ നമ്മളിങ്ങനെ പുസ്തകം എടുക്കുകയാണെങ്കിൽ ഒന്നിനു മേലെ ഒന്ന് ഇങ്ങനെ ഉയർന്നു പോകുന്നു, ഒരേ ഡയമെൻഷനിൽ പോകുമ്പോൾ മൾട്ടി ഡയമെൻഷൻ. ഇപ്പൊ നമ്മള് ചില മരങ്ങളുണ്ട്, ഇപ്പൊ നമ്മൾ അരിക്കനട്ട് ട്രീ, കോക്കനട്ട് ട്രീ, കാരണം നിങ്ങൾക്ക് നേരെ വളരും. എന്നാൽ മറ്റു വൃക്ഷങ്ങൾ ഇപ്പൊ മാവ്, പ്ലാവ് ഒക്കെ നമുക്കറിയാം, അത് ഇങ്ങനെ ബ്രാഞ്ച് ഡിഫറെന്റ് ആയിട്ട്. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റ് മൾട്ടി ഡയമെൻഷനാണ്. അത് രേഖീയമായി ഇങ്ങനെ വളരെയല്ല ചെയ്യുന്നത്, അതിങ്ങനെ ചാക്രികമായി വളരെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നതാണ് ഡെവലപ്മെന്റ് മൾട്ടി ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്രകാരം ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ. മൾട്ടി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാലും ഡിഫറെന്റ് ഡയറക്ഷനിലൂടെ ഡെവലപ്മെന്റ് സംഭവിക്കും. അതായത് ഒരാൾക്ക് സംഭവിക്കുന്ന ഡെവലപ്മെന്റ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ചിലപ്പോൾ സംഭവിക്കുക. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും MI, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. 8 തരം ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. ഒരു കുട്ടി ചിലപ്പോൾ ലിംഗ്വിസ്റ്റിക്കിൽ വളരെ ഉയർന്നു നിൽക്കുന്ന കുട്ടിയായിരിക്കും, അയാള് ആ മേഖലയിലായിരിക്കും അയാളുടെ ഡെവലപ്മെന്റ്.
എന്നാൽ മറ്റൊരു കുട്ടി അരിത്മാറ്റിക്കിൽ അതുപോലെ തന്നെ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവിലായിരിക്കും അവന്റെ ഡെവലപ്മെന്റ് അത്. മറ്റൊരു കുട്ടി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലായിരിക്കും, അതല്ലെങ്കിൽ മ്യൂസിക്കൽ, അല്ലെങ്കിൽ നാച്ചുറൽ, അല്ലെങ്കിൽ വിഷ്വൽ സ്പേഷ്യൽ, അങ്ങനെയൊക്കെ വിവിധ മേഖലകളിലായിരിക്കും ഓരോരുത്തരുടെയും ഡെവലപ്മെന്റ് ഉണ്ടാകുക. എല്ലാവരുടെയും ഡെവലപ്മെന്റ് ഒരേ മേഖലയിൽ ആയിക്കൊള്ളണമെന്നില്ല. The principle of multi-directional maintains that there is no single or normal path that development must or should take. ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു നോർമലായ ഒരു പാത്ത് ഇല്ല, അത് മൾട്ടി ഡയറക്ഷണലായി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നതാണ് പറയും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഡെവലപ്മെന്റ് ഈസ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്ന നേരത്തെ ഇപ്പൊ അതിന്റെ റോ മെറ്റീരിയൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ മോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആവശ്യമായ രീതിയിൽ അതിനെ പരിവർത്തിക്കാൻ ആൾക്ക് പറ്റും. അതിന്റെ റോ മെറ്റീരിയൽ കിട്ടിയാൽ ഒരു കവർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ എത്ര വലുപ്പമാണോ അതിനനുസരിച്ച് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അയാളുടെ ചുറ്റുപാടിനും അയാളുടെ എൻവയോൺമെന്റിനും അനുസരിച്ച് വയബിൾ ആക്കി എടുക്കാൻ പറ്റുമെന്ന പ്ലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡെവലപ്മെന്റ് ഈസ് എ കോണ്ടെക്സ്റ്റ്, സാന്ദർഭികമായിട്ടായിരിക്കും പിന്നെ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. So, for example, social and rural environments are associated with different sets of factors which have the potential to impact on the development. Understanding how development differs from individuals within these two settings requires us understanding of the different context. It occurs in the context of person's biological makeup, physical environment, and social and historical and cultural context. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബയോളജിക്കലായ, ഫിസിക്കലായ ചുറ്റുപാടുകൾ, അതുപോലെ തന്നെ സോഷ്യൽ, അയാളുടെ ഹിസ്റ്റോറിക്കലോട് ഉദ്ദേശിക്കുന്നത് അയാൾ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അയാളുടെ കൾച്ചർ. ഇതിനൊക്കെ അനുസരിച്ച് ഡിഫറെന്റ് കോണ്ടാക്സ്റ്റിനനുസരിച്ചാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. Development is multidisciplinary. The study of developmental psychology is multidisciplinary. That is, the source of age-related changes do not lie within the presence of any one discipline. ഒന്നിൽ മാത്രം പരിമിതമല്ല യഥാർത്ഥത്തിൽ ഈ ഡെവലപ്മെന്റ്. അത് സൈക്കോളജിക്കൽ മെത്തഡോളജീസ് may not be appropriate for understanding factors that are sociological in nature. Rather, an understanding of human development will be achieved only by research conducted from the perspective of disciplines such as sociology, linguistics, anthropology, computer science, neuroscience, and medicine. അപ്പോൾ ഈ സൈക്കോളജി ഇതിലൂടെ മാത്രമാണ് ഡെവലപ്മെന്റ് മനസ്സിലാക്കാൻ പറ്റുക എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. മൾട്ടി ഡിസിപ്ലിനറിയാണ്. അത് സോഷ്യോളജി, ലിംഗ്വിസ്റ്റിക്, ആന്ത്രോപോളജി, ഇതൊക്കെ ഇതിനെ സഹായിക്കുന്ന, ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന മേഖലകളിൽ ആവശ്യമായി വരും. ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് ഗ്രോത്ത്, മെയിൻ്റെനൻസ് ആൻഡ് റെഗുലേഷൻ. വിശദീകരിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ അത് വ്യക്തമാണ്. The mastery of involves conflict and competition among three goals of human development: growth, maintenance and regulation. അതിന്റെ വളർച്ച, അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ ഒരു ഡെവലപ്മെന്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രകൃതം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം അനുസരിച്ച് അവർക്ക് കൂട്ടാനോ കുറക്കാനോ അല്ലെങ്കിൽ ആവശ്യമായ നിയന്ത്രണങ്ങളൊക്കെ വരുത്താനോ സാധിക്കും. ഡെവലപ്മെന്റ് ഈസ് എംബഡഡ് ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് കുട്ടിക്കാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു മുതിർന്നതിന് ശേഷം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ ആ ഹിസ്റ്ററി ആ ഡെവലപ്മെന്റിനെ എല്ലാ കാലത്തും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയും. ഡെവലപ്മെന്റ് ഈസ് ആൾസോ ഹിസ്റ്റോറിക്കലി സിറ്റുവേറ്റഡ് ആൻഡ് ഈസ് ഓൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസ്. The historical time period in which we grow up affects our development. ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഇൻസിഡന്റ് ഉണ്ടായാൽ അത് ചിലപ്പോൾ അയാളുടെ ഡെവലപ്മെന്റിനെ മൊത്തത്തിൽ ബാധിക്കാം. അതുപോലെ തന്നെ നോർമേറ്റീവ് ഏജ് ഗ്രേഡഡ് ഇൻഫ്ലുവൻസ്. നോർമലി ബയോളജിക് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരിലെല്ലാം ഒരേ തരത്തിലുള്ള
ഡെവലപ്മെന്റ് ഉണ്ടാകാനാണ് സാധ്യത. ഒരു ബയോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ദാറ്റ് ആർ സിമിലർ ഫോർ ഇൻഡിവിജ്വൽസ് ഇൻ എ പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്. ചൈൽഡ്ഹുഡ്, പുബർട്ടി, അതൊക്കെ എല്ലാവരിലും ഒരുപോലെ സംഭവിക്കുന്ന ഒരു നോർമേറ്റീവ് ആണ്. അതുപോലെ നോർമേറ്റീവ് ഹിസ്റ്ററി ഗ്രേഡഡ് ഇൻഫ്ലുവൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ചില പ്രത്യേക കാര്യങ്ങൾ, ഒരു ഡിപ്രഷൻ, ഇവിടെ എക്സാമ്പിൾ പറയും ഡിപ്രഷൻ, എയ്ഡ്സ് ബാധിച്ച ആളുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക രോഗങ്ങൾ ബാധിച്ച ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെവലപ്മെന്റിൽ ചില സിമിലാരിറ്റീസ് അതുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ഉണ്ടാകാനുള്ള സാധ്യത. ഒരു പ്രത്യേക രോഗം പിടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല വ്യക്തികളെയും അവരുടെ ഒരു ഡെവലപ്മെന്റിൽ ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇനി നോൺ നോർമേറ്റീവ് ഇവന്റ്സ് ഉണ്ട്. നോൺ നോർമേറ്റീവ് ഇവന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്ന ചില അനുഭവം. ഇപ്പോ ഇതിൽ പറയുന്ന ഒരു എക്സാമ്പിൾ, പാരന്റ്സ് വളരെ എൻഗേജിൽ മരിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെവലപ്മെന്റിൽ അത്തരം കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന ചില പാറ്റേൺസ് സീക്വൻസും ഉണ്ടാവാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അബ്യൂസിന് വിധേയമാക്കപ്പെട്ട അല്ലെങ്കിൽ നെഗ്ലക്റ്റൻസ് അനുഭവപ്പെട്ട കുട്ടികളിലൊക്കെ മുതിർന്നു വരുന്ന സന്ദർഭത്തിൽ അവരിൽ മാത്രം ഉണ്ടാകുന്ന ചില പ്രത്യേകത ഉണ്ടാകും. അത് അവരുടെ ഡെവലപ്മെന്റിനെ മൊത്തത്തിൽ ബാധിക്കുന്ന അതാണ് നോൺ നോർമേറ്റീവ് ഇവന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരിലും ഉണ്ടാവുകയില്ല, ചില ആളുകളിൽ മാത്രം അതിന് പ്രത്യേകമായ ഒരു കാരണം ഉണ്ടാവും. ആ കാരണമായിരിക്കാം അവരുടെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 11 ഫാക്ടേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ഈ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി പറയുന്നത്. ഇനി ഫാക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്, നമ്മുടെ ടൈം കുറെ ഫിനിഷ് ആയിട്ട് 10 മണിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതും കൂടി ഫിനിഷ് ആക്കാന്നാണ് അല്ലേ? ഹലോ, ഓക്കെ. ഫാക്ട്സ് എന്ന് പറഞ്ഞാല് നമുക്കറിയാമോ, എല്ലാ ദിവസവും സൂര്യൻ കിഴക്കുദിക്കുന്നു, അതൊരു ഫാക്ട്. അതുപോലെ ചില ഫാക്റ്റുകൾ ഉണ്ട് ഡെവലപ്മെന്റ്. ഏർലി ഫൗണ്ടേഷൻസ് ആർ ക്രിട്ടിക്കൽ. കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഫൗണ്ടേഷൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ഫാക്റ്റാണ്. ആ ഫൗണ്ടേഷനിലൂടെയാണ് പിന്നീട് ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിന് എല്ലാം ഒരു തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ തീയൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം. 6 years ഡോക്ടർ എറിക് ബേർഡ് പറയുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ 6 yearsോട് കൂടി തന്നെ അവന്റെ വ്യക്തിത്വത്തിന് ആവശ്യമായ എല്ലാ സ്ക്രിപ്റ്റും എഴുതപ്പെട്ടു എന്നാണ്. പിന്നെ ആ സ്ക്രിപ്റ്റിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏർലി ഫൗണ്ടേഷൻസ് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ കുട്ടിക്ക് ലഭിക്കുന്ന ആറ്റിറ്റ്യൂഡ്സുകൾ, അവർ കണ്ടു വളരുന്ന ഹാബിറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ പാറ്റേൺ, ഇതൊക്കെ തുടർന്നുള്ള കാലത്ത് സ്വാധീനിക്കും. Early foundations are critical because attitudes, habits, and pattern of behavior established during early years of determine to a large extent how successfully individuals will adjust in their later life. വിശദീകരണത്തിന് കൂടുതൽ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വളരെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് പിൽക്കാലത്തെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കും. അപ്പൊ അത് ഒരു ഫാക്റ്റാണ്. ഏർലി ഫൗണ്ടേഷൻസ് ആർ ക്രിട്ടിക്കൽ. ഇനി റോൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് ഇൻ മറ്റൊരു ഫാക്ട്. മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഡെവലപ്മെന്റ്. മെച്ചുറേഷൻ ഈസ് അൺഫോൾഡിംഗ് ഇൻഡിവിജ്വൽസ് ഇൻഹെറിന്റ് റൈറ്റ്സ്. ലേണിംഗ് ഈസ് development that occurs from experience and effort on the individuals. മറ്റൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇൻഹെറിന്റ് ആയ, അതായത് നമ്മൾ തലമുറയിലൂടെ കൈമാറി വരുന്ന ചില ട്രൈറ്റ്സ് ഉണ്ടാവും. അത് ഇതിന് ഒരു വളരെ പ്രധാനപ്പെട്ടാണ്. ആ ഒരു വലിയ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ മെച്ചുറേഷനിലൂടെ അല്ലെങ്കിൽ ഇൻഹെറിന്റ് ആയി സംഭവിക്കും. പിന്നെ മറ്റൊന്നുള്ള ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ഡെവലപ്മെന്റ് ദാറ്റ് ഒക്കേഴ്സ് ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് എഫേർട്ട് ഓൺ ദ ഇൻഡിവിജ്വൽസ് പാർട്ട്. ഈ ഇൻഹെറിറ്റിലൂടെ ലഭിച്ചതിന് പുറമെ അയാൾ പഠിക്കുന്ന, അയാളുടെ ചുറ്റുപാടിൽ നിന്ന് അയാൾ അക്വയർ ചെയ്യുന്ന കാര്യങ്ങൾ, അത് അയാളുടെ അയാളുടെ ഡെവലപ്മെന്റിനെ ബാധിക്കാം. അത്തരം പഠനത്തിലൂടെ ചിലപ്പോൾ ഇൻഹെറിന്റായി ലഭിച്ച കാര്യങ്ങളെ മറികടക്കാനും സാധിക്കും.
അത് പഠനത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ ഏർലി ഫൗണ്ടേഷൻസ് അത് ക്രിട്ടിക്കൽ ആണെങ്കിൽ കൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് ആ പരിമിതിയെ ചിലപ്പോൾ ചില മനുഷ്യർക്ക് സാധിച്ചേക്കാം. അത് പഠനത്തിലൂടെയാണ് സാധിക്കുന്നത്. Maturation provides a raw material for learning. Generally, development is influenced by the interaction of both. ഇത് രണ്ടും മാച്ചുറേഷനും അതുപോലെ തന്നെ ലേണിംഗ്, ഇത് രണ്ടും ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഡെവലപ്മെന്റ് ഫോളോസ് എ ഡെഫിനിറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ പാറ്റേൺസ്. നമുക്കറിയാം ഒരു ഡെവലപ്മെന്റിന് ഒരു ഡെഫിനിറ്റും പ്രെഡിക്റ്റബിളുമായ പാറ്റേൺ നേരത്തെ നമ്മൾ വിശദീകരിച്ചു. ഓരോ പ്രായത്തിലും സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ അത് ഡെഫിനിറ്റ് ആണ്. ഒരു കുട്ടി ജനിച്ച ഉടനെ ഓടുകയില്ല ഒരിക്കലും, അല്ലെങ്കിൽ ജനിച്ച ഉടനെ എഴുന്നേറ്റ് നിൽക്കില്ല. അതിനൊരു ഡെഫിനിറ്റ് പാറ്റേൺ ഉണ്ട്. അത് ഇൻഫന്റ് പീരീഡിൽ എന്തൊക്കെ സംഭവിക്കും അത് ആ സമയത്ത് മാത്രമേ സംഭവിക്കൂ. അതുപോലെ തന്നെ ഒരു ആളുകൾ പ്രതീക്ഷിക്കുന്ന കാര്യമുണ്ട്. ഒരു യുവത്വ കാലഘട്ടത്തിൽ എത്തുമ്പോൾ അവരിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അത് പ്രഡിക്റ്റബിൾ ആണ്. ഇതാണ് മറ്റൊരു ഫാക്ട്. അതുപോലെ ആൾ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെന്റ്. ഇതാണ് മറ്റൊരു ഫാക്ട് ഡെവലപ്മെന്റ്. എല്ലാ വ്യക്തികളും ഒരുപോലെ ഡെവലപ്മെന്റ് സംഭവിക്കാൻ ഇറ്റ്സ് ഇമ്പോസിബിൾ. മറ്റേ മലപ്പുറം ജില്ലയിലെ ആ കുട്ടി പറഞ്ഞ പോലെ ചിലർക്ക് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത്. അതുപോലെ എല്ലാവർക്കും എല്ലാം സംഭവിക്കില്ല, ഡിഫറെന്റ് ആണ്. ഓരോ ആളുകളുടെ സാധ്യതക്കും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും അയാൾക്ക് ലഭിക്കുന്ന സ്റ്റിമുലേഷനും ഒക്കെ അനുസരിച്ചാണ് അയാൾ ഓരോരുത്തരും യൂണിക് ആകുന്നത്. ഏതായാലും ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഇതിന് മറ്റൊരു ഫാക്ട്. ഈച്ച് ഫേസ് ഓഫ് ഡെവലപ്മെന്റ്, അഞ്ചാമത്തത് ഈച്ച് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ. ഓരോ ഫേസിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ. ഒരു കുഞ്ഞ് പെരുമാറുന്നത് പോലെയല്ലല്ലോ ഒരു അഡോളസെന്റ് പീരീഡിൽ എത്തുമ്പോൾ ഒരു വ്യക്തി പെരുമാറും. പിന്നെ അതിനുശേഷം അഡൾട്ട്ഹുഡിലേക്ക് പ്രവേശിക്കുന്നതും അതുപോലെ ഒരു പക്വതെത്തിയ വ്യക്തി സംസാരിക്കുന്നതും ഒക്കെ ഡിഫറെന്റ് ഇതിലാണ് ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് അവിടെ ഓരോ ഡെവലപ്മെന്റ്. ഈച്ച് ഫേസ് ഹാസ് certain characteristic behaviors. The patterns are marked by periods of equilibrium. When individuals adapt easily to environmental demands and as a result make good personal and social adjustment and by period of disequilibrium. നമുക്കറിയാം, ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഓരോ സന്ദർഭത്തിലും അതിനനുസരിച്ച ഓരോ ഫേസിലും ഓരോ വ്യക്തിക്ക് ആവശ്യമായ ചില ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്. ഹസാർഡ്സ് ഇൻ ഈച്ച് ഫേസ്. അതുപോലെ തന്നെ ഓരോ ഫേസിലും ചില ഹസാർഡ്സ്, ചില അപകടങ്ങൾ ഉണ്ടാവാം. Each stage has related to certain hazards such as physical, psychological, and environment. These hazards inevitable involve adjustment process. We should be aware of these hazards because awareness of these makes it possible to prevent or to at least alleviate these. അപ്പോൾ ഓരോ പ്രായത്തിലും ഓരോ ചില പ്രത്യേക ഹസാർഡ്സുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് അവെയർ ആണെങ്കിൽ നമുക്ക് അത് എലിവേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മറ്റൊരു ഫാക്ട്. ഇനി ഡെവലപ്മെന്റ് ഈസ് എയ്ഡഡ് ബൈ സ്റ്റിമുലേഷൻ. ഒരാൾക്ക് ലഭിക്കുന്ന സ്റ്റിമുലേഷൻ വഴി ഡെവലപ്മെന്റിനെ എയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന റെക്കഗ്നീഷൻ, അതുപോലെ തന്നെ നമ്മൾ ആ വ്യക്തിക്ക് ലഭിക്കേണ്ട ചില സ്കോപ്പുകൾ, അതുപോലെ തന്നെ മറ്റു പരിഗണനകൾ, അതൊക്കെ അത്തരം സ്റ്റിമുലേഷനിലൂടെ ഡെവലപ്മെന്റ് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. While most development occurs as a result of maturation and environmental experience, much can be done to aid development so that hello yes അവിടെ ഒരു ഇത് കാണിച്ചു, ആരും കേൾക്കുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് വന്നത്. ഓക്കെ, എല്ലാവരും ഉണ്ട്. അതല്ല, ഇതിന്റെ ഈ ടൈം അപ്പ് ആയതുകൊണ്ട് അത് ഇതിന്റെ സിസ്റ്റത്തിന്റെ മെസ്സേജ് ആണ് പോകുന്നത്. ഓക്കെ, ഇനി കൾച്ചറൽ ചേഞ്ച് എഫക്ട് ദ ഡെവലപ്മെന്റ്. കൾച്ചറൽ ചേഞ്ച് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞാല് നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ഇപ്പോ ഓരോ പ്രദേശത്തിനും ഓരോ സാഹചര്യത്തിനും ഒക്കെ കൾച്ചർ ഡിഫറെന്റ് ആണ്. അത് മതപരമായതുണ്ടാവാം,
അതുപോലെ തന്നെ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് മറ്റ് കൾച്ചറുകൾ ഉണ്ടാകാം. ആ കൾച്ചറുകളൊക്കെ കൾച്ചർ ചേഞ്ച് എഫക്ട് ദ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്രകാരം എവരി സ്റ്റേജ് ഹാസ് സോഷ്യൽ എക്സ്പെക്ടേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാ സ്റ്റേജിലും ഓരോ സോഷ്യൽ എക്സ്പെക്ടേഷൻ. അപ്പോ കുട്ടിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്, കൗമാരത്തിൽ നിന്ന് അഡൽട്ട്ഹുഡിൽ നിന്ന്, ആ ഓരോ വ്യക്തിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ. ഒരു യുവാവ് ഒരു 25-26 അല്ലെങ്കിൽ അങ്ങനെ ആ പ്രായത്തിലുള്ള ഒരു വ്യക്തി പ്രത്യേക ജോലിയൊന്നും ചെയ്യാതെ നടക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികവും ആളുകൾ ചോദിക്കും. ആ പ്രായത്തിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഇവനെന്തെങ്കിലും ഒരു ജോലി വേണം, അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്നൊക്കെ. എവരി സ്റ്റേജ് ഹാസ് certain societal expectation. The individual will be successful in fulfilling those expectations only if she or he is adhering to the rules and regulations of family and society. Traditional beliefs. അതുപോലെ മറ്റൊരു ഫാക്ട് ആണ് ട്രഡീഷണൽ ബിലീഫ്സ്. Traditional beliefs about physical and psychological characteristics affect the judgment of others as well as their self-evaluation. നമുക്കറിയാം നമ്മുടെ ബിലീഫ് സിസ്റ്റം അത് വളരെ പ്രധാനപ്പെട്ടാണ് ഡെവലപ്മെന്റുമായി. ട്രഡീഷണലായി നാം ബിലീഫ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ക്യാരക്ടറിനെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയൊക്കെ തന്നെ സ്വാധീനിക്കും എന്നുള്ളതാണ്. So long as these beliefs persist, they have a profound influence on the development pattern. ഒരാള് ഈ ബിലീഫിൽ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം അവരുടെ അതുമായി ബന്ധപ്പെട്ട് അതിന് വളരെ വളരെ കൃത്യമായ ഒരു സ്വാധീനമുണ്ട് അയാളുടെ ഡെവലപ്മെന്റ് പാറ്റേൺ. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. ഒബ്സ്റ്റിക്കിൾസും അതുപോലെ തന്നെ റിസർച്ച് മെത്തേഡ്സും ആണ് ഇനിയുള്ളത്. നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്യണോ അതോ എന്താ ചെയ്യേണ്ടത്? ഇനി എനിക്ക് തോന്നുന്നത് മറ്റൊരു ജസ്റ്റ് കുറച്ച് സമയം മറ്റൊരു സമയത്ത് ചെലവഴിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. നിങ്ങൾ പറയൂ. നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ ഓക്കെ. ചെറിയ പാർട്ടുള്ളൂ. അപ്പൊ പറയട്ടെ. അതെ, ഞാൻ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അഡൽട്ട് ഗ്രൂപ്പിന് ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷെ ഇത്രയും എഡ്യൂക്കേറ്റഡായ ഒരു ടീമിന് ആദ്യമായിട്ടും ക്ലാസ് നിങ്ങളുടെ പിന്നെ എന്താ പറയാ, നാളെ ഇത് കണ്ടിന്യൂ ചെയ്താലോ? നാളെ 9 മണിക്ക്.